അമൻതാത്ത പറയലുണ്ട്, രാവിലെ സുബൈവാങ്ക് കൊടുക്കുന്ന സമയത്ത് ആടിന്റെ കഴുത്തിലെ കയറാണ് ഊരിട്ട മൂപ്പര ആട ഒറ്റ പോക്കാണ് അങ്ങാടിക്ക്. പിന്നെ അവിടെ തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവസാനം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴാണ് തിരിച്ചു പോരുക. ഒന്നും മനസ്സിലായി ഉണ്ടാവില്ലല്ലേ? രാവിലെ 5:30 മണിക്ക് ഇറങ്ങിയാൽ വൈകിട്ട് 6:30 മണിക്ക് ആട് തിരികെ എത്തൂ. പക്ഷെ ആ ആടിന് പോലും, ആ ജീവിക്ക് പോലും ലക്ഷ്യമുണ്ട്. അവിടെ കടകളിൽ തൂങ്ങിക്കിടക്കുന്ന പഴക്കൊലയിൽ നിന്ന് ഒരാളൊരു പഴമെടുത്ത് അത് കഴിക്കുമ്പോൾ ആ തൊലി വലിച്ചെറിയുമ്പോൾ അത് പോയി തിന്നാൻ വിശപ്പ്, അതാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷെ അതുപോലെ കുറെ ആളുകൾ, ആടുകളല്ല ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നടക്കുക. എന്തിനാന്ന് അറിയില്ല, അവർക്ക് പോലും അറിയില്ല എന്തിനാ നടക്കണമെന്ന് അവർക്ക് അറിയില്ല. കുറെ മഹാന്മാർ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ, അത് കിപ്ലിംഗ് വിത്ത് വേർഡ്സ്, അതായത് ദ്വയാർത്ഥത്തിൽ പറഞ്ഞോന്നല്ലേ, അങ്ങനെ ആരും ധരിക്കരുത്. മഹാന്മാർ എന്ന് പറയാം, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരെ മഹാന്മാരെന്ന് പറയണ്ടേ? അവരെക്കാളും വലിയവർ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണല്ലോ അവർ പറഞ്ഞാൽ അനുസരിക്കാത്തവർ. വെറുതെ അങ്ങാടി നിൽക്കുക. ചിലർ പോലീസിനെ കാണുമ്പോൾ ഓടി ചെന്നിട്ട് എല്ലാ ടൗണിലും ഇപ്പോൾ കൈ കഴുകാനുള്ള സൗകര്യങ്ങളുണ്ട്, ഓടിപ്പോയിട്ട് കൈ കഴുകുക ഭംഗിയായിട്ട്, നല്ലത്. പക്ഷെ പോലീസ് ചോദിക്കുക, എന്താ വന്നേ, എവിടെ പോണേ? ഉത്തരമില്ല. എന്താണ് അത്? ഞാൻ വെറുതെ. എന്ത് വെറുതെ? കൈ കഴുകാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നിരിക്കുക. അപ്പൊ കഴുകാൻ സോപ്പും വെള്ളമൊന്നും അവിടെ ഇല്ലേ? അത് സംശയമാണേ. വേറെ ചിലര് എന്താണ്, കടയ്ക്ക് വന്ന എന്തിനാ? ഒരു പാക്കറ്റ് പപ്പടം വാങ്ങിക്കാൻ. ഒരു പാക്കറ്റ് പപ്പടം വാങ്ങിക്കാൻ വന്നിരിക്കുക. വേണം, ആവശ്യം തന്നെയാണ്. വേറെ ചില ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ദിവസം സ്മോക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് വലിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ മക്കൾ സമ്മതിക്കില്ല, അതുകൊണ്ട് ഇറങ്ങി പോരുക പതുക്കെ. 10 പ്രാവശ്യം സിഗരറ്റ് വലിക്കാൻ വേണ്ടി അങ്ങാടിക്ക് വരുന്ന ആൾക്കാരുണ്ട്, സ്മോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. വേറെ ന്യൂജൻ അനിയന്മാരെ ഒന്നും കരുതരുതേ. പോലീസ് വരുമ്പോൾ ഈ 3 ആളെ വെച്ചുകൊണ്ട് വന്നിട്ട് ബൈക്കെടുത്ത് ഒരൊറ്റ പടപ്പിക്കലാണ്. 10 മീറ്റർ പോകുമ്പോഴേക്ക് 10 പ്രാവശ്യം തിരിഞ്ഞു നോക്കും പുറകിൽ പോലീസ് വരുന്നുണ്ടോന്ന്. പോലീസിനെ പറ്റിച്ചേ എന്ന് പറഞ്ഞ് പറക്കാണ്. ഇപ്പൊ ഒന്നും മക്കളെ, പോലീസിനെ നിങ്ങളെ പുറകെ പറന്ന് വന്ന് പിടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളെ പുറകെ പറന്ന് വന്നിട്ട് നിങ്ങളെ ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയില്ലാതെ 10 മീറ്ററിനുള്ളിൽ 10 പ്രാവശ്യം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും പോസ്റ്റിൽ പോയി ഇടിച്ച് തല തകർന്ന് ജീവിതം അവസാനിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ അതുവരെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയൊക്കെ നെഞ്ചത്തടിച്ച് കരയുന്നത് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവരും രക്ഷിതാക്കളാണ്. ഈ പോലീസുകാർക്ക് മക്കളുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ. ഒരൊറ്റ പ്രാവശ്യം ചിന്തിച്ചാൽ മതി, ഈ ഒരു വൈറസ്, ഈ കൊറോണ, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുക, ആ ഒരു ഐസൊലേഷൻ വാർഡിൽ കയറി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓടി വന്ന് നമ്മുടെ ഒക്കത്തേക്ക് ചാടിക്കയറണം നമ്മുടെ മക്കള്. തുരുതുരാ നമ്മുടെ കവിളിൽ ഉമ്മ വയ്ക്കുന്ന നമ്മുടെ പൊന്നു മക്കള്. അവരെ കയ്യിൽ നിന്ന് ഒരു ചുംബനം കിട്ടാൻ വേണ്ടി കൊതിക്കും. ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് കെഞ്ചേണ്ടി വരും, ആഗ്രഹിക്കും. അമ്മയുടെ മടിയില്, ഉമ്മയുടെ മടിയിലേ തല താഴ്ച കിടക്കാനേ കൊതിക്കും. എൻ്റെ ഉമ്മാന്റെ മടിയിലൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തല വെച്ച് കിടക്കാൻ എനിക്ക് കൊതിയുണ്ട്. സാധിക്കില്ല, സമ്മതിക്കില്ല. അവസാനം നിർഭാഗ്യവശാൽ ഈ രോഗം നമ്മളെ പിടിപെട്ടാൽ ഒന്ന് ഓർക്കുക, മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, കേരളത്തിൽ വന്നിട്ടില്ല, അത് വന്നിട്ടില്ല എന്നതുകൊണ്ട് വരില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നേരത്തെ റഫീഖ് അഹമ്മദ് സാർ പറഞ്ഞ വരിയിൽ പറഞ്ഞ പോലെ, അടുത്തിരിക്കുന്നത് പോയിട്ട് അവസാന ശ്വാസത്തിൽ നിന്റെ ഗന്ധം, ആ മണം ഉണ്ടാകുന്ന പോയിട്ട് ആ 7 അയലത്ത് നിൽക്കാൻ പറ്റില്ല, 10 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല. അവസാനം നിർഭാഗ്യവശാൽ മരണപ്പെട്ടു എന്ന് കരുതുക. ഒരു ഫോൺ കോൾ വീട്ടിലേക്ക് വരും, ആള് പോയി. ഫോൺ കോൾ കിട്ടുമ്പോൾ ഓടി വരാൻ പറ്റുമോ? പറ്റൂല. അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? എല്ലാവരുടെയും ആഗ്രഹമാണ്. അവിടെ ഇറ്റലിയിലുള്ള യുവാക്കളുടെ അമിതമായ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം അവിടെ തകർത്തത് ആരെ അറിയോ? എത്രയോ വയോജനങ്ങളെ, മുത്തശ്ശന്മാരെ, മുത്തശ്ശിമാരെ. ജീവിതത്തിന്റെ അവസാന കാലത്ത് സ്വന്തം മക്കൾ കൂടെ വേണം, അവസാനത്തെ ഒരിറ്റ് വെള്ളം തരാൻ എൻ്റെ മോൻ വേണം, എൻ്റെ മോള് വേണം, എൻ്റെ പേരക്കുട്ടി വേണം എന്ന് ആഗ്രഹിച്ച് കിടന്ന ഒരുപാട് വയോജനങ്ങളാണ്, മുത്തശ്ശന്മാരാണ്, ഉപ്പാപ്പമാരാണ്, ഉമ്മാമ്മമാരാണ് മരിച്ചുപോയത് അവിടെ. ഞാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കഥയിലുള്ള ആ ഒരു പേരക്കുട്ടിയെ കാണാൻ, എനിക്ക് എൻ്റെ കുഞ്ഞുമോളെ കാണണം, കൊച്ചുമോളെ കാണണം എന്ന് പറഞ്ഞ കരഞ്ഞ ആ മുത്തശ്ശൻ, മകനും മകളും മരിച്ചിട്ട് ആ കുട്ടിയെ വളർത്തി കൊടുന്ന മുത്തശ്ശൻ, ആ മുത്തശ്ശനെ രോഗം കൊണ്ടു കൊടുത്തത് ആ സ്വന്തം പേരക്കുട്ടിയാ.
ടൗണിൽ ഇറങ്ങി നടക്കുമ്പോൾ പാർട്ടികളിൽ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ ആഹ്ലാദിക്കുമ്പോൾ ഓർത്തില്ല അത് വഹിച്ചു വന്നിട്ട് അത് കിട്ടുന്നത് എൻ്റെ മുത്തശ്ശനാണ്, എന്നെ ഊട്ടി വളർത്തിയിട്ടുള്ള എൻ്റെ മുത്തശ്ശനാണ് അതിൻ്റെ പണി കിട്ടുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രക്ഷപ്പെടും, അവർ രക്ഷപ്പെടില്ല. അവസാനം ഒരു ഫോൺ കോൾ വന്നാൽ അകലെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാം. ആ സംസ്കരിക്കാൻ പോലും, ആ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ അവസരം കിട്ടില്ല, സാധിക്കില്ല. വീഡിയോ കോൾ കൂടെ കാണേണ്ടി വരും സംസ്കാരം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരോട്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒറ്റ അപേക്ഷയുള്ളൂ. ഇത് ഒരു എക്സൈസുകാരൻ്റെ അപേക്ഷയല്ല കേട്ടോ, ഒരു രക്ഷിതാവിൻ്റെ അപേക്ഷ. മക്കളുടെ കൂടെ, അമ്മയുടെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ, ഭാര്യയുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ അപേക്ഷയാണ്. ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ രോഗം വന്ന് പിടുന്നില്ല. നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ രക്ഷിതാക്കൾ പറയും, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാർ പറയുന്നത് കേൾക്കുക, വീട്ടിലിരിക്കുക. ഗോ ടു യുവർ ഹോം, വീട്ടിലേക്ക് ചെല്ല്, സ്റ്റേ അറ്റ് ഹോം. പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ നമുക്ക് തരുന്നുണ്ട്. അരിയൊക്കെ വീട്ടിലെത്തിയല്ലോ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരും, പക്ഷെ ആ ബുദ്ധിമുട്ട് സഹിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പോലീസുകാർ, ഞാൻ എക്സൈസുകാരനാ, എൻ്റെ കഷ്ടപ്പാടൊന്നും അല്ല പോലീസുകാരുടെ കഷ്ടപ്പാട്. അവർ അത്രയും കഷ്ടപ്പെടുക ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഡ്യൂട്ടിയൊന്നും ഒന്നുമല്ല. ആ കഷ്ടപ്പെടുന്ന പോലീസുകാർ, അവർക്കൊരു കുടുംബമുണ്ട്. ജീവൻ പണയം വെച്ചിട്ട് വാർഡുകളിൽ ശുശ്രൂഷിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ആരോഗ്യ പ്രവർത്തകർ, അവർ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യണേ? അവരവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ കളിയാക്കിക്കൊണ്ട് ഒരാവശ്യമില്ലാതെ, നേരത്തെ പറഞ്ഞ ആമിനാത്താൻ്റെ ആട്, അത് ആമിനാത്താൻ്റെ ആടായിക്കോട്ടെ, അയ്യപ്പേട്ടൻ്റെ ആടായിക്കോട്ടെ, ആലീസ് ചേച്ചിയുടെ ആടായിക്കോട്ടെ, അതൊരു ഉദാഹരണം മാത്രമാണ്. അവരെ പോലെ ഒരാവശ്യമില്ലാതെ ഈ അങ്ങാടിയിൽ ഇങ്ങനെ തിരിഞ്ഞു നടക്കണ്ട. സ്റ്റേ അറ്റ് ഹോം.